കൂടുതലും ആത്മഹത്യ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്ന സമയം ഏറ്റവും കൂടുതൽ വേദനയാണ് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ. എന്തു മാനസികാവസ്ഥയിലായിരിക്കും ഈ ആളുകളെല്ലാം തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും വേദന. ഇപ്പോഴിതാ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി അവരുടെ അമ്മയും അച്ഛനും ആത്മഹത്യ ചെയ്ത വാർത്ത. അതാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. കോട്ടയം പൊൻകുന്നത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പൊൻകുന്നത്ത് വാടക വീട്ടിലാണ് അമ്മയും അച്ഛനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 വയസ്സുള്ളൊരു കുട്ടി ഇവരുടെ ആ വീട്ടിലുണ്ട്. പൊൻകുന്നത്ത് വാടക വീട്ടിൽ നവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. പൊൻകുന്നം തോണിപ്പാറ റോഡിന് സമീപമുള്ള വാടക വീട്ടിൽ 33 വയസ്സുള്ള സാജനും 30 വയസ്സുള്ള ഭാര്യ വാഴൂർ സ്വദേശിനിയായ അനുഷയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2ാം നിലയിലുള്ള വാടക വീട്ടിലെ മുറിയിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാത്രിയിൽ വഴക്ക് കേട്ടിരുന്നതായും രാവിലെ വിളിച്ചപ്പോൾ ഫോണിൽ ലഭിക്കാതെയായിരുന്നതെന്ന് തന്നെ പരിസരവാസികൾ പറയുന്നുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 3 വയസ്സുള്ള മകൻ ഇവർക്കൊപ്പം വീട്ടിൽ ഉണ്ടായിരുന്നു. കുട്ടി പക്ഷേ സുരക്ഷിതനായി തന്നെ കഴിയുകയാണ്. ഉറക്കമുണർന്ന കുട്ടി കരയുന്നത് കേട്ടാണ് വീട്ടുടമസ്ഥർ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ചപ്പോൾ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നതാണ് പറയുന്നത്. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. ദമ്പതിമാർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി തന്നെ ബന്ധുക്കൾ പറയുന്നു. തോണിപ്പാറയിലെ വീടിന്റെ 2ാം നിലയിലാണ് കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തുടർന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതിനിപ്പോൾ ആത്മഹത്യ അല്ലെങ്കിൽ പോലും ഈ മരണ വാർത്ത ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചു, സങ്കടപ്പെടുത്തുന്നു. എന്ത് വാർത്തയാണെങ്കിൽ പോലും അതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയം ഒന്ന് ചലിക്കും. എല്ലാവരും ഒന്ന് ഹൃദയം വേദനിച്ച് സംസാരിക്കും. ഇനി ആ 3 വയസ്സുള്ള കുട്ടിക്ക് ആരാണ് ഉള്ളത്? അച്ഛൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും ഉള്ളവർ എത്ര നാൾ ആ കുഞ്ഞിനെ നോക്കും? നാളൊരിക്കൽ ആ കുഞ്ഞ് തന്നെ ചിന്തിക്കില്ലേ, ആ കുഞ്ഞിപ്പോൾ ഒറ്റയ്ക്കായി, ആ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകണമായിരുന്നു എന്ന് മറ്റു ചിലർ ചോദിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, ആ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തിനെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് ആത്മഹത്യയല്ല ഒന്നിനും ഫലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിളിച്ചു വരുത്തേണ്ട ഒന്നല്ല. ആ കുട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും സങ്കടമായി മാറുന്നത്. മരിച്ചവർ പോയി, ഇനി ജീവിക്കുന്നവരല്ലേ അത് അനുഭവിക്കേണ്ടത്. ആ കുഞ്ഞിനി അനുഭവിക്കണ്ടേ? അവനിനി എത്ര നാൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കും? എന്തറിഞ്ഞ് ജീവിക്കും? അവനൊരു അറിവാകുമ്പോൾ തന്നെ അവൻ ഏത് നിലയിലേക്ക് പോകും? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.